തിരുവനന്തപുരം സിറ്റി പോലീസ് അവിടെയുള്ള ഗുണ്ടകളെയൊക്കെ തൂക്കിയെന്നൊരു വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ശരിക്കും സംഭവം? കുപ്രസിദ്ധ ഗുണ്ടകളായിട്ടുള്ള ഓം പ്രകാശും എയർപോർട്ട് ഡാനിയും അടക്കം 82 പേരെയാണ് തിരുവനന്തപുരത്ത് പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് മിന്നൽ റെയ്ഡ് നടത്തി ഇവരെല്ലാം പിടികൂടിയിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ ക്ഷേത്രോത്സവങ്ങൾ, പെരുന്നാള് എന്നിവ കണക്കിലെടുത്ത് നഗരത്തിൽ പോലീസ് നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് ഇത്രയും ഗുണ്ടകൾ കരുതൽ തടങ്കലിലായിരിക്കുന്നത്. ഈ റൌഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട അനന്തു, ആദിത്യൻ, ഷാജഹാൻ, പ്രഫുൽ രാജ്, പോരാട്ടം വിഷ്ണു, അഭിലാഷ്, ഉണ്ണിക്കുട്ടൻ, ബിജുകുമാർ എന്നിവരും ഈ ഒരു പിടികൂടപ്പെട്ടവരിൽ ഉൾപ്പെടും. കൊലപാതകം, മോഷണം, കവർച്ച, പോക്സോ, തട്ടിക്കൊണ്ടുപോല്, പീഡനം തുടങ്ങി വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രതികൾക്കെതിരെയാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. നഗരത്തിലെ ക്രമസമാധാനം ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനുമാണ് ഇത്തരമൊരു നടപടി എന്നാണ് സിറ്റി പോലീസ് പറയുന്നത്. ഈ സാധാരണ ഇത്തരമൊരു ഓപ്പറേഷൻ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിൽ നിന്ന് തന്നെ ചോർന്ന് കിട്ടാറുള്ളതിനാൽ ഗുണ്ടകളെല്ലാം കൂട്ടത്തോടെ മുങ്ങുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ കമ്മീഷണർ അങ്ങനെ ഒരു പഴുതും നൽകാതെയാണ് ഈ ഒരു റെയ്ഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഗുണ്ടാബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റം വാങ്ങി വേറെ എവിടെ വേണമെങ്കിലും പൊക്കോ, തിരുവനന്തപുരം സിറ്റിയിൽ കാണരുത് എന്നതാണ് കമ്മീഷണറുടെ നിലപാട്. വരും ദിവസങ്ങളിലും കുറ്റവാളികൾക്കെതിരായിട്ടുള്ള കടുത്ത നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന ഒരു വിവരം.